പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ ഹൃദയം ഈശോയുടെ മുമ്പിൽ തുറക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം. ദൈവത്തിൻ്റെ കരുണ ഏറ്റെടുക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ അവിടുന്ന് സ്നേഹവും കരുണയും ഉള്ളതാക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ലോകം മുഴുവനെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ പൗസ്റ്റീനായുടെ ഡയറിയിലെ ഒരു പാരഗ്രാഫ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത് 1447 പാരഗ്രാഫ്. യേശു ഫൗസ്റ്റീനായിക്ക് പലവട്ടം പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ പല വെളിപ്പെടുത്തലുകളും നൽകുമായിരുന്നു. അതിലൊരു വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ കണ്ടെത്തുക. 1447 അവിടെ പറയപ്പെട്ട കാര്യം ഇതാണ്: എൻ്റെ ഹൃദയം നിറയെ കരുണയും സ്നേഹവുമാണ്. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, എൻ്റെ ഹൃദയം നിറയെ കരുണയും സ്നേഹവുമാണ്. ഇത് നമുക്കറിയാം. യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് അവൻ ലോകരക്ഷകൻ. 1-2 പേർക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നവനല്ല, ലോകം മുഴുവൻ്റെയും രക്ഷ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം നിറയെ കരുണയും സ്നേഹവുമാണെങ്കിൽ ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വേണ്ടി, ലോകം മുഴുവനിലുമുള്ള സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് നമ്മളിതിനെ കാണണം. കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യം, എൻ്റെ ഹൃദയം നിറയെ സ്നേഹവും കരുണയുമാണ്. ജോൺ പോൾ II മാർപ്പാപ്പ ഇതിനെ ആസ്പദമാക്കിയാണ് ആ ഒരു ചാക്രിയ ലേഖനം എഴുതുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം ഇതാണ്: ദിവസ് ഇൻ മിസരിക്കോദിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കരുണയുടെ നിറകുടമാണ്. ദൈവം കരുണയാൽ സമ്പന്നം. ഇതൊക്കെയാണ് ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോധ്യം പങ്കുവച്ചിരിക്കുന്നത്, സഭയെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് കരുണ വേണോ? സ്നേഹം വേണോ? കരുണയിൽ വളരാൻ നമുക്ക് സാധിക്കണമോ? സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കാൻ നമുക്ക് സാധിക്കണമോ? അതിനെല്ലാം ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം നേരെയാക്കി കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, യോഹന്നാൻ ശ്ലീഹ എവിടെ കിടന്നുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പഠിച്ചത്. മറ്റു പലരും പറയാത്ത കാര്യങ്ങൾ യോഹന്നാൻ ശ്ലീഹയ്ക്ക് പഠിപ്പിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷവും യോഹന്നാൻ്റെ ലേഖനങ്ങളും മറ്റ് ബൈബിൾ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. ഇതെങ്ങനെയാണ്? ഇത് എവിടെയെങ്കിലും പുസ്തകം വായിച്ച് മനസ്സിലാക്കി അത് പഠിപ്പിച്ചതാണ്? അല്ല. കർത്താവിൻ്റെ വക്ഷസിലേക്ക് തൻ്റെ ഹൃദയം ചേർത്ത് പിടിച്ചവനാണ് യോഹന്നാൻ ശ്ലീഹ. അങ്ങനെ കർത്താവ് അവന് പഠിപ്പിച്ച കാര്യങ്ങളാണ് സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
അപ്പോൾ നമുക്ക് ദൈവത്തെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകണം. കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയത്തെ നേരെയാക്കി ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും, ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതം തന്നെ ദൈവസ്നേഹത്തിൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ എൽ റെഡ്. 12-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വിശുദ്ധനാണ്. ഈ വിശുദ്ധൻ ഇതുപോലെ പഠിച്ച ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹത്തിന് മനോഹരമായൊരു പ്രാർത്ഥനയുണ്ടായി. ഇത് ദൈവത്തിൽ നിന്ന് പഠിച്ചത് കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റിയ മനോഹരമായൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ കാതുകളിൽ അങ്ങയുടെ വചനം നിറച്ചു തരണമേ. നമുക്ക് എന്തു വേണേലും നിറയ്ക്കാം. ജങ്ക് നിറയ്ക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും കാതിലും മനസ്സിലുമെല്ലാം അത് നിറയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് വചനം നിറയ്ക്കാൻ പറ്റും. അങ്ങനെ വചനമാണ് നമ്മുടെ ചങ്കിൽ നിറഞ്ഞു നിൽക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ നമ്മളെപ്പോഴും ദൈവത്തെ ധ്യാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി. അതിന് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ കാതുകളിൽ നിറയാൻ നമ്മൾ കൊതിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ എത്ര ദരിദ്രരാണെങ്കിലും വചനസമൃദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണ്. നമ്മൾ എത്ര രോഗാവസ്ഥയിൽ കഴിയുന്നവരാണെങ്കിലും വചനസമൃദ്ധി ഉണ്ടെങ്കിൽ വചനം നമുക്ക് ഔഷധമായിട്ട് മാറും. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 30:5 വായിച്ചാൽ, തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവിൻ്റെ വചനം ഒരു കവചം പോലെ വലയം ചെയ്യും. നമുക്ക് ഈ ദൈവസ്നേഹത്തിൻ്റെ വലയം, ദൈവവചനത്തിൻ്റെ കവചം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് വേണ്ടതുപോലെ ഏറ്റെടുത്ത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് സുരക്ഷിതരാകാനായിട്ട് സാധിക്കുക. സങ്കീർത്തനം 32:10 വചനം നമുക്ക് സുപരിചിതമായിരിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നമ്മുടെ ചുമ്മാ കറങ്ങി നടന്നാൽ ഈ സ്നേഹവലയം നമുക്കുണ്ടാകണമെന്നില്ല. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാതിരുന്നാൽ ഈ സ്നേഹവലയം നമുക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. നമുക്കറിയാലോ, നമ്മളൊരു വീട് വെക്കുന്നത് അതിനകത്ത് കയറി കഥ അടച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സുരക്ഷിതരാണ്. ഇപ്പം വേണേ ഇടിമഴയൊക്കെ വരുമ്പോൾ ചിലർ പുറത്തുനിന്ന് ഓടിപ്പോയിട്ട് പെരയ്ക്കകത്ത് കയറി കഥ അടച്ച് അകത്തിരിക്കും. കുറച്ചുകൂടി അവർ സുരക്ഷിതമാകും എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഞാനീ പെരയ്ക്കകത്ത് കയറാതെ, അതല്ലെങ്കിൽ വാതിലടയ്ക്കാതെ ഞാനതെല്ലാം തുറന്നിട്ടിട്ട് വല്ല കള്ളം കയറി അതിനകത്തുണ്ടായിരുന്ന അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇന്ന് നമ്മളൊക്കെ ഈ സ്നേഹവലയത്തിൽ ജീവിക്കാത്തത് കൊണ്ട് പല പല നഷ്ടങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. അത് വരാതിരിക്കാൻ ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്, കർത്താവിൽ ആശ്രയിക്കുന്നതിലൂടെ ദൈവസ്നേഹ വലയത്തിലായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് വചനത്തിൻ്റെ ആ ഒരു സംരക്ഷണം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ആ ഒരു സംരക്ഷണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാകും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, അതിൻ്റെ കാതലായ സന്ദേശം, ഒരു ബലിമൃഗത്തിൻ്റെ രക്തം കട്ടളപ്പടിയിൽ പൂശിയപ്പോൾ സംഹാരദൂതൻ വന്നിട്ട് ആ വീട് നശിപ്പിച്ചില്ല, അത് കടന്നുപോയെന്നാണ് പറഞ്ഞു. ഇനി അങ്ങനെ ദൂതൻ കടന്നു പോകാൻ കാരണമായത് ആ ബലിമൃഗത്തിൻ്റെ രക്തത്തിൻ്റെ മുദ്ര ആ കട്ടളപ്പടിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം 9-ാം അധ്യായം 13 മുതൽ വായിച്ചാൽ മതി. അവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു ബലിമൃഗത്തിൻ്റെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ ശക്തിയുണ്ടെങ്കിൽ സാക്ഷാൽ കുഞ്ഞാടായ യേശുവിൻ്റെ രക്തത്തിൻ്റെ കാര്യമോ? ഈ രക്തം നമ്മൾ പാനം ചെയ്ത് അവൻ്റെ ശരീരം ഭക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ആ കുർബാന സ്വീകരണം നടത്തി അതനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവരാണെങ്കിൽ ഒരു സാത്താനും നമ്മെ നശിപ്പിക്കാൻ പറ്റില്ല, അവന് നമ്മെ തൊടാൻ പോലും പറ്റില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള സംരക്ഷണ വലയങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്കറിയാലോ, നമ്മൾ ചില ചെടിയൊക്കെ കുഴിച്ചു വെച്ചാലും, വേണേൽ ഒരു മാവിൻ്റെ തൈയോ പ്ലാവിൻ്റെ തൈയൊക്കെ കുഴിച്ചു വെച്ചാൽ വർഷാളത്തേക്ക് നമ്മൾ
അതിൻ്റെ ചുറ്റും വേലിയൊക്കെ കെട്ടി അതിനെ സംരക്ഷിക്കും. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആടോ പശുവൊക്കെ അതിലെ പോവുകയാണെങ്കിൽ അതിനെ തലയിട്ട് കടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കടിക്കും. അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് പിന്നെ അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും. അത് വരാതിരിക്കാൻ നമ്മൾ വേലി കെട്ടി സംരക്ഷിക്കും. എന്തുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഈ കൽപ്പനകൾ 10 കൽപ്പനകൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ കാതലായൊരു സന്ദേശം, അല്ലെ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ 10 കൽപ്പനകളാണ്. 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി കെട്ടിയിരിക്കുന്ന ഒരു വേലിയായിട്ട് നമ്മളതിനെ കാണണം. അതിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. ഈ വേലി ചവിട്ടി പൊളിച്ച് പുറത്തോട്ട് വന്നാലോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സുരക്ഷിതത്വം ഉണ്ടാവണമെന്നില്ല. ഈ അനുസരണക്കേടും കാണിച്ച് തോന്നിയാസം ജീവിക്കുന്ന വ്യക്തികളെ അവർ ഈ വേലിയൊക്കെ അതെല്ലാം ചവിട്ടി പൊളിച്ച് പുറത്ത് വന്ന് അവരുടെ ഇഷ്ടമനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നമുക്കാണെങ്കിൽ സാധിക്കും, യേശു പോലും ചെയ്ത ഒരു കാര്യം, പിതാവിൻ്റെ ഇഷ്ടം അത് നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ ഒരു അനുസരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ യേശുവിനെ അനുസരിച്ച് യേശുവിനെ പിതാവ് മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് തൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാക്കി. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-ാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതാണ്. അങ്ങനെയെങ്കിൽ ഈ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കുമോ? യോഹന്നാൻ 15:10 വായിച്ചാൽ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാണ് ഞാൻ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നത്. ഇതുപോലെ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്കും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ഈ സ്നേഹം. അങ്ങനെ അനുസരണമുള്ള ദൈവമക്കളായി നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് ഈ ഭൂമിയിലും അതുപോലെ തന്നെ മരണാനന്തരവും അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കാനുള്ള ആ ഒരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിന് വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചോദിച്ചിട്ടുള്ള പലരും ഉണ്ട്. അവരുടെ ആവശ്യങ്ങളെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരാം. നമുക്കറിയാവുന്ന എത്രയോ വ്യക്തികൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, അവരുടെ അവസ്ഥകൾ, ആവശ്യങ്ങൾ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള മറ്റു പല വ്യക്തികൾ, ഇവിടെ വന്ന് ധ്യാനത്തിൽ സംബന്ധിച്ച് പോയിട്ടുള്ള വ്യക്തികൾ, അതുപോലെ വേദനിക്കുന്നവർ, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ, അങ്ങനെ നോക്കിയാൽ ഒത്തിരി ആളുകൾ നമ്മളെക്കാൾ വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമുണ്ട്. അവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ ഒരു പ്രത്യേക കൃപയും അനുഗ്രഹവും അവരുടെ മേൽ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അഹമ്മദാബാദിലെ പ്ലെയിൻ ക്രാഷിൽ ജീവൻ നഷ്ടമായ വ്യക്തികൾ, അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, വേദനകൾ, കർത്താവേ അവരെല്ലാം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരമാർഗമോ ജലമാർഗമോ വായുമാർഗമോ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.